യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി. സമയം എൻ്റെ ട്രീറ്റ്മെൻറ്റ് ടൈമിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് പകുതിയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നതാണ് നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് നമ്മളെ മിസ്റ്റേക്കുകളും കൂടി ഷെയർ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അത് ഇനി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ പേഷ്യൻസിനൊക്കെ അത് ഹെൽപ്ഫുള്ളാവും, വളരെ ഹെൽപ്ഫുള്ളാവും. അവർക്ക് ഈ മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോവുക. അതുപോലെ ഈ മെയിനായിട്ട് RCCത്തെ കാര്യം, RCCയിൽ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്നുള്ള കാര്യം, അതുപോലെ 2-3 കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്യാഷും ലാഭിക്കാൻ പറ്റും, പിന്നെ കുറച്ച് ടൈം ലാഭിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതിന് ഞാൻ RCCത്തെ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് പറഞ്ഞുതരാം. അതിനാദ്യം ഞാൻ എങ്ങനെ RCCയിലെത്തി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ തുടർ മുകളിൽ ഒരു 2.5 വർഷത്തോളമായിട്ടൊരു ചെറിയ ഗ്രോത്ത് ഉണ്ടായിരുന്നു, ഒരു ചെറിയ മുഴ ഉണ്ടായിരുന്നു. ആ മുഴ അത്രയും കാലം കാണിക്കാതെ വെച്ചുകൊണ്ട് തന്നെ അത് നല്ലോണം വലുതായി, ഏകദേശം ഒരു വിരലിൻ്റെ അത്രയും വലുപ്പമായി. അത്രയും വലുതായ സമയത്താണ് ഞാൻ അത് വടക്കാഞ്ചേരിയിൽ ഒരു ജനറൽ സർജനെ പോയി കാണുന്നത്. അങ്ങനെ സാറ് ആ മുഴ കണ്ടതും പറഞ്ഞ് ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞ്, അങ്ങനെ തൃശ്ശൂർ ക്ലിനിക്കിൽ പോയി അവിടുന്ന് ബയോപ്സി എടുത്ത്, എന്നിട്ട് ആ റിസൾട്ട് വന്ന സമയത്ത് ആ റിസൾട്ടായിട്ട് സാറിൻ്റെ അടുത്ത് പോയി. സാർ അത് കണ്ടതും പറഞ്ഞ് ഇത് കുറച്ച് പ്രശ്നമുള്ള മുഴയാണ്, അപ്പോൾ ഒരു ഓങ്കോളജിസ്റ്റിനെ റെഫർ ചെയ്ത് തന്നു. അപ്പോൾ ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് മുന്നേ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഉമ്മാക്ക് ഇവിടെ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് മുന്നേ. അങ്ങനെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്താണ് ഞാൻ ഈ മുഴ കാണുന്നത്. ആ സമയത്ത് മുഴ കണ്ടുകൊണ്ട് തന്നെ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു താല്പര്യം ഇപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല, പോയി നോക്കണം എന്നുള്ളൊരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അത് വെച്ചുകൊണ്ടിരുന്നത് ഞാൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഉമ്മാനെ കാണിച്ച ഡോക്ടറിനെ ഞാൻ ആദ്യം പോയി കണ്ട്. എൻ്റെ റിസൾട്ടിൽ മാലിഗ്നന്റ് നിയോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു ടൈപ്പായിരുന്നു. അപ്പോൾ അത് കുറച്ച് അഗ്രസീവ് ആണ് അത്രേ. അപ്പോൾ ഡോക്ടർ റിസൾട്ട് കണ്ടതും പറഞ്ഞ് ഈ പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു മുഴ അത് ഒരു സെക്കൻഡറി ആയിട്ട് വന്നതാവാം, പ്രൈമറി ആയിട്ട് ഉള്ളിൽ ഒരു സ്പോട്ടിൽ വേറെയും ക്യാൻസേഴ്സ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് PET-CTക്ക് വിട്ട്. അങ്ങനെ പെറ്റ് സ്കാൻ എടുത്ത് റിസൾട്ട് വന്ന് റിസൾട്ടിൽ വേറെ സ്പ്രെഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഏത് ടൈപ്പാണെന്ന് നമുക്ക് അറിയണം. ഇത് ലിംഫോമയാണെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ട്, പക്ഷേ അത് ഏത് ടൈപ്പാണെന്ന് നമുക്ക് അറിയണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ IHC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ബയോപ്സിയാണ്. അങ്ങനെ അതിന് വിട്ട്, അങ്ങനെ പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏകദേശം ഒരു 7 to 8 സ്ലിറ്റ് വെച്ചിട്ട് ഈ ഒരു ബയോപ്സി ചെയ്ത് നോക്കി. അതിലിത് കൺഫേം ചെയ്യാൻ പറ്റിയില്ല ഇന്ന ടൈപ്പാണെന്നുള്ളത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് നമുക്ക് ഈ ലിംഫോമ ഉള്ള ഈ ഒരു ക്യാൻസർ ടൈപ്പിന് നമുക്ക് എന്ത് വേണ്ട, ഈ ഒരു സർജറി ചെയ്തിട്ട് അത് പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കിത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതെന്ത് ചെയ്യുക, ഈ ഒരു ട്രീറ്റ്മെൻ്റ് ഒരു ഭാഗമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് റിമൂവ് ചെയ്തിട്ട് നമുക്കത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ഇന്നതാണെന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത്, ഒരു സർജറി ചെയ്ത് അത് പുറത്തെടുത്ത് ബയോപ്സി ചെയ്ത്. അങ്ങനെ 2 ബയോപ്സിക്ക് ശേഷം അത് അവർ ഡയഗ്നോസ് ചെയ്തത് ALCL ALK നെഗറ്റീവ് എന്നുള്ളതായിരുന്നു. അത് T-സെൽ ലിംഫോമ ALK നെഗറ്റീവ്, അതായിരുന്നു കണ്ടീഷൻ. അതിപ്പോൾ ഒരു ലോക്കലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് റിലേറ്റഡ് ആണ്, അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു ക്യാൻസറാണ്. അപ്പോൾ ഇതവിടെ ഭയങ്കര റയർ ആയതുകൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, അത് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അതിന് ഒരു 15 ലക്ഷത്തോളം രൂപ അല്ലെങ്കിൽ അതിലധികം പൈസ വേണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 15 ലക്ഷത്തിലധികം ക്യാഷ് അന്ന് എടുക്കാനുണ്ടായിരുന്നില്ല, കാരണം ഉമ്മാൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ ഞങ്ങൾ അത്യാവശ്യം പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതങ്ങനെയാണല്ലോ, ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ കുറച്ച് അധികം നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങും, വിചാരിച്ചതിനായിട്ടും കൂടുതൽ ഇറങ്ങും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു കണ്ടീഷനിൽ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ എന്താണ് ഓപ്ഷൻ തിരഞ്ഞിറങ്ങി. അതുപോലെ ട്രീറ്റ്മെൻറ്റ് നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഒപ്പീനിയൻ എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഒപ്പീനിയൻ എടുക്കാൻ ഒട്ടുമിക്ക എല്ലാ ഹോസ്പിറ്റലും പോയി. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഗംഗാധരൻ ഡോക്ടറെ കിട്ടാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ഗംഗാധരൻ ഡോക്ടറെ കിട്ടാൻ കുറച്ച് പണിയാണ്, ഏകദേശം ഒരു 5 മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ, ലേക്ക് ഷോറിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ കാണാറ്, ഉമ്മയുടെ കേസിനോട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ടൊന്ന് ഒപ്പീനിയൻ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അറിയുന്നൊരു ഇത്തുണ്ട്, ആ ഇത്താനെ വിളിച്ച് പറഞ്ഞ് ഡോക്ടറെ രാവിലെ പോയി കാണാൻ പറ്റി. അങ്ങനെ ഡോക്ടർ കണ്ടതും പറഞ്ഞ് ഇത് തന്നെയാണ്, T-സെൽ ലിംഫോമ തന്നെയാണ്, കൺഫേം ആക്കി പറഞ്ഞ് ഇത് T-സെൽ ലിംഫോമയാണ്, ALK നെഗറ്റീവ് ആണ്, സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരില്ല, ഇത് ഫസ്റ്റ് സ്റ്റേജ് ആവും എന്നുള്ളത് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും ലേക്ക് ഷോറിൽ നിന്നൊന്നും ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ RCCയിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ്
എടുത്താലോ എന്ന് വിചാരിച്ച്, എടുത്താലോ എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ RCCത്തെ കാര്യം പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അതെങ്ങനെ എടുക്കുക എന്നുള്ളൊരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞാനും താത്തയും അഫയൊക്കെ കൂടിയിട്ട് ഒരുപാട് അന്വേഷിച്ച് ഇത് എങ്ങനെ അവിടെ എത്തിപ്പെടുന്നുള്ളത്. കാരണം അങ്ങനത്തെ ഒരു സ്റ്റേജാണ്. ഇത് നോർമലായിട്ട് നിൽക്കുന്നവർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. അത് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നവർക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവും. അത് അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നൊരു ഒരു മൈൻഡാണ് ആ സമയത്ത്. അപ്പോൾ അത് കുറേ അന്വേഷിച്ചവരൊക്കെ നെഗറ്റീവ് പറഞ്ഞ് ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല അവിടുന്ന്, നമ്മൾ കുറേയായിട്ട് വലിപ്പിക്കും, സ്റ്റാഫൊക്കെ ഭയങ്കര ബാഡ് ബിഹേവിയർ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു മാസത്തിലധികം ഞങ്ങൾ പോവാതെ നിന്ന്, ട്രീറ്റ്മെൻറ്റ് അവിടുന്ന് വേണ്ടാന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് നിന്ന്. കാരണം ഇത്രയും എമൗണ്ട് വരുമല്ലോ. അതുപോലെ ആ ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത്. ഫിനാൻഷ്യലൊക്കെ വളരെ മോശമായിരുന്നു. അങ്ങനെയാണ് ഷിനേട്ടൻ ജിമ്മിൽ നിന്ന് നവാസ്ഖാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. നവാസ്ഖയുടെ മോൾക്കവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നവാസ്ഖ RCCത്തെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് ഞങ്ങൾ RCCയിലെത്തി. അങ്ങനെ RCCയിലെത്തിയപ്പോഴാണ് മനസ്സിലായത്, ഞങ്ങൾ അനാവശ്യമായിട്ട് ഒരുപാട് ആൾക്കാരോട് ഈ അഭിപ്രായം ചോദിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് സമയം കളഞ്ഞ്, അതുപോലെ ഒരുപാട് ടെൻഷൻ അടിച്ച്, ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വരുത്തിയ ഒരു മിസ്റ്റേക്ക് അതാണ്. ഒരുപാട് ആൾക്കാരോട്, ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആൾക്കാരോട് നമ്മൾ അഭിപ്രായം ചോദിച്ചു എന്നുള്ളത്. അത് നിങ്ങൾക്ക് തുടക്കത്തേ ഒഴിവാക്കാം. നിങ്ങൾ ഒരുപാട് ആൾക്കാരോട് ഒരിക്കലും അഭിപ്രായം ചോദിക്കരുത്. ഇതിനെപ്പറ്റി ബന്ധപ്പെട്ടവരോട് മാത്രം അഭിപ്രായം ചോദിക്കുക. അതാണ് ഒരു മിസ്റ്റേക്ക്. അങ്ങനെ RCCയിലെത്തി ഈ ചെയ്ത എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും ഒന്നുകൂടെ ചെയ്ത്. കാരണം അവർ പുറത്തുനിന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻസ് അക്സെപ്റ്റ് ചെയ്യില്ല. അവരവിടുന്ന് തന്നെ ചെയ്ത് കൺഫേം ചെയ്ത് ഡയഗ്നോസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് തരുള്ളൂ. അപ്പോൾ ഇൻ കേസ് പുറത്തുനിന്ന് നമുക്ക് ക്യാൻസറസ് ആണെന്നൊരു കാര്യം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒപ്പീനിയൻ എപ്പോഴും RCCന്ന് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ ആദ്യം പുറത്തുനിന്ന് വേറെ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ പിന്നാലെ പോയിട്ട് ചിലവാക്കുന്ന ആ എമൗണ്ട് ഓഫ് മണി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് തന്നെ ഇപ്പോൾ പുറത്തുനിന്ന് ഒരു 1.5 ലക്ഷത്തോളം രൂപ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി മാത്രം ചിലവായി. എന്നിട്ട് ഞാൻ പിന്നെയും പോയിട്ട് RCCന്ന് എന്ത് ചെയ്യാണ്, പിന്നെ ഡയഗ്നോസ് ചെയ്യാൻ കുറച്ചുകൂടി ക്യാഷ് ചിലവാക്കുകയാണ്. അപ്പോൾ നമ്മൾ RCCന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പിന്നീട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും അവിടെ കുറച്ച് ക്യാഷ് വേസ്റ്റാണ്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. കാരണം RCCത്തെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻസ് എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ പുറത്തുള്ളത് RCCയിൽ അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം, ട്രീറ്റ്മെൻറ്റിന് പുറത്ത് വരുന്നതിൻ്റെ ഒരു 1/3 പോലും എമൗണ്ട് എവിടെ വരുന്നില്ല, RCCയിൽ വരുന്നില്ല. ഇപ്പോൾ ആ സ്റ്റെം സെല്ല് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പ്രൊസീജിയറിന് പുറത്ത് ഒരു 15 ലക്ഷത്തിൻ്റെ മുകളിൽ വരുന്നുണ്ട്. ഇവിടെ RCCയിൽ 6 ലക്ഷത്തിൻ്റെ അടുത്തേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ കീമോ സൈക്കിളിന് 17,000-ൻ്റെ അടുത്ത് വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത്. അത് RCCയിൽ 5,000-ന് താഴെ വരുന്നുള്ളൂ. അപ്പോൾ അത്രയും എമൗണ്ട് ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ, ഒരു നോർമൽ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചൊരു എമൗണ്ടിലൊന്നും നിൽക്കില്ല ആ ഒരു കാര്യം. ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി ഒരു 4 ഇരട്ടിയെങ്കിലും എമൗണ്ട് നമുക്ക് അവിടെ ആവാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അസുഖത്തിന്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു അസുഖത്തിന് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ചെറിയൊരു കാര്യം പ്രതീക്ഷിച്ചിട്ട് പോകരുത്. ഇപ്പോൾ ഞാൻ പ്രൈവറ്റിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഉമ്മയുടെ കേസ് ഞങ്ങൾ അവിടുന്ന് പുറത്തുനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ 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 കുറവാണ് ഇവിടുന്ന് RCCന്ന് ആയിട്ടുള്ളൂ. അതും നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസും കാര്യങ്ങളും നമുക്ക് ഇല്ലെങ്കിൽ പോലും അവിടുന്ന് ഡോക്ടർ അത് എഴുതി തരും. നമുക്ക് ആവശ്യമുള്ള പേഷ്യൻസിന് അത് റെഡിയാക്കി തരും അവിടുന്ന്. ഇപ്പം എനിക്കൊന്നും ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കാരുണ്യ ഇൻഷുറൻസ് അവിടുന്ന് റെഡിയാക്കി തന്ന്, എന്നിട്ട് അതിൻ്റെ പേരിൽ എനിക്ക് കീമോ എടുക്കാൻ 1 രൂപ ചിലവായിട്ടില്ല. അതാണ് എന്ന് വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഫ്രീ ആണെന്നല്ല. എനിക്കിപ്പോൾ കീമോ ചെയ്യാനുള്ള മെഡിസിന് വാങ്ങാനുള്ള എല്ലാതും ഇൻഷുറൻസിൽ നിന്ന് പോയിരുന്നു. പക്ഷേ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ വല്ല മെഡിസിൻസ് മേടിക്കാനുണ്ടെങ്കിൽ, ഇപ്പോൾ കാഷ്വാലിറ്റി എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിലൊക്കെ നമ്മൾ കയ്യിൽ നിർത്തി ചിലവാക്കണം. എന്നാൽ വരെ അത് വളരെ കുറവേ ഉള്ളൂ. നോർമലി പുറത്ത് കൊടുക്കുന്ന പോലെ അത്രയും അധികം കൊടുക്കേണ്ട ആവശ്യമില്ല, വളരെ കുറവാണ് വരുന്നുള്ളൂ. കാരണം എനിക്കറിയാം, ഈ ഒരു അസുഖം വന്ന് നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു മാനസികാവസ്ഥയും എല്ലാതും കൂടി ആകെ തകരാറിലാവും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും അത് തുടക്കത്തിലേ മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. നമ്മളിതിന് മുന്നേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പിന്നെ ബുദ്ധിമുട്ടി കൂടിയാണ് പോയിരുന്നത്. അതുകൊണ്ട് പിന്നെ എന്താ പറയുക, ഇനി ബുദ്ധിമുട്ടില്ല എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് നിങ്ങളെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, തുടക്കത്തിൽ ഇങ്ങനത്തെ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത് അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഞാനിപ്പോൾ കീമോയുടെ കേസ് പറഞ്ഞപ്പോൾ ഓരോരുത്തർക്ക് ചിലപ്പോൾ ഒരു ഇയറിൽ ഇത്ര രൂപയാണ് അവിടുന്ന് ഇൻഷുറൻസ് ഉള്ളൂ എന്നുള്ള ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ എനിക്കിപ്പോൾ കീമോ മാത്രം മതിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതുപോലെ അല്ലല്ലോ. ചിലവർക്ക് ഒരു വലിയ എമൗണ്ടിൻ്റെ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള എമൗണ്ട് കുറച്ചൊക്കെ അവിടുന്ന് ഇതുപോലെ ഇൻഷുറൻസ് കിട്ടും. ബാക്കിയുള്ളത് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. പക്ഷെ അതും വളരെ കുറവാ വരുള്ളൂ. പുറത്തുനിന്ന് നിങ്ങൾ എവിടുന്ന് ചെയ്യുന്ന അത്രയും അതിനേക്കാളും കുറവാ വരുള്ളൂ, അത് ഉറപ്പാണ്. അപ്പോൾ അതൊക്കെയാണ് RCCത്തെ കാര്യങ്ങൾ. വൺ ഓഫ് ദി ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ അവിടെ കിട്ടും. പിന്നെ കോസ്റ്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് വരാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് പറയാനുള്ള കാരണം. പിന്നെ ഡോക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ കൺസൾട്ട് ചെയ്യുന്നത് ഡോക്ടർ ജോർജ് എബ്രഹാം സാറെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഇപ്പോൾ കഴിഞ്ഞ്. അപ്പോൾ ഈ ഒരു സമയം വരെ പിന്നെ അത്രയും കംഫർട്ടാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് പൊട്ട ചോദ്യങ്ങൾ ചോദിക്കും കീമോ സമയത്ത്. നമ്മുടെ മെൻ്റൽ ഒരു സ്റ്റേജ് അങ്ങനെ ആവുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും അത്യാവശ്യം സമയം എടുത്ത് റിപ്ലൈ തന്ന് നമ്മൾ അത്രയും കംഫർട്ടാക്കി നിർത്തും. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളുടെ ഒരു മെൻ്റൽ സ്റ്റേജിനൊക്കെ അത്രയും വാല്യൂ ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. അത്രയും നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് തരും അവർ. ഇനി എങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, അതുപോലെ ഏത് ഡോക്ടറാണോ അവിടുന്ന് ഇങ്ങോട്ട് റെഫർ ചെയ്തത് ആ ഡോക്ടർ ലെറ്റർ, പിന്നെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെയും കോപ്പി. അപ്പോൾ ഇത്രയും കോപ്പിയും ഇതിൻ്റെ ഒറിജിനലും കയ്യിൽ വെച്ചിട്ട് ഒരു 5 മണി 5:30 ആകുമ്പോൾ RCCയുടെ ഫ്രണ്ടിൽ അവിടെ ഒരു ക്യൂ ഉണ്ടാവും, അവിടെ വരിക. അപ്പോൾ വാച്ച്മാൻ ടോക്കൺ തരും. ആ ടോക്കൺ അനുസരിച്ചിട്ട് ഒരു 9 മണിയാകുമ്പോൾ അവിടെ കൗണ്ടറിൽ സ്റ്റാഫ് എത്തും. ആ സ്റ്റാഫ് വിളിക്കും. അപ്പോൾ അവിടെ രജിസ്ട്രേഷൻ കഴിയും. ആ രജിസ്ട്രേഷൻ അനുസരിച്ചിട്ട് നമ്മളെ അവിടെ ഡോക്ടറെ അടുത്ത് വിളിക്കുക. ഡോക്ടറെ അടുത്ത് ആദ്യം ഫോളോ അപ്പ് ഉള്ള പേഷ്യൻസിനെ വിളിക്കുക. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ന്യൂ പേഷ്യൻസിനെ വിളിക്കുക. പിന്നെ അവിടുന്ന് ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളൊക്കെ അവർ ഗൈഡ് ചെയ്യും പക്കയായിട്ട്. അപ്പോൾ ഇത് മിക്കവർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ അറിയാത്തവരും ഉണ്ടാവുമല്ലോ. എന്താണെന്ന് പറഞ്ഞാൽ ട്രെയിൻ ടിക്കറ്റ് നമുക്ക് ഫ്രീ ആണ്. പേഷ്യൻറ്റിന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഒരു ബൈസ്റ്റാൻഡർക്ക് 1/3 പേയ്മെൻറ്റും വേണം. അപ്പോൾ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ RCCയുടെ കാർഡ് അവിടെ കൗണ്ടറിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഒരു ഇൻ ആൻഡ് ഔട്ടിനുള്ള 2 ലെറ്റർ തരും. അപ്പോൾ ആ ലെറ്റർ കൊണ്ടുപോയിട്ട് നമ്മൾ ആ ലെറ്ററും അതുപോലെ അവിടെയുള്ളൊരു ഫോമും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ട്രെയിനാണ്, ആ സമയമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ടിക്കറ്റ് ഒരു ഇൻ ആൻഡ് ഔട്ട് തരും. നമുക്കിപ്പോൾ പോകാനുള്ളതും തിരിച്ച് വരാനുള്ള ടിക്കറ്റ് തരും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ.